ലോകത്തിലെ ഏറ്റവും ഭയങ്കരനായ ഡിക്റ്റേറ്റർ എങ്ങനെയാണ് തന്റെ രാജ്യം ഭരിക്കുന്നത്? നോർത്ത് കൊറിയയിൽ ഒരു സാധാരണക്കാരൻ എങ്ങനെ ജീവിതം കഴിച്ചുകൂട്ടുന്നു എന്ന് ആലോചിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ മുട്ടുകൾ ഇടിക്കും. ഇവിടെ സർക്കാർ സാധാരണക്കാരുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും കൈയേറ്റം നടത്തും. ആര് എവിടെ ഉണ്ടാവണം, എന്ത് ജോലി ചെയ്യണം, എന്ത് പഠിക്കണം എന്നെല്ലാം സർക്കാരാണ് തീരുമാനിക്കുന്നത്. എങ്ങനെ മുടി വെട്ടണം, എന്ത് ധരിക്കണം, എങ്ങനെയുള്ള മൂവീസ് കാണണം എന്നെല്ലാം ഇവിടെ സർക്കാരാണ് തീരുമാനിക്കുന്നത്. ഒരു റാൻഡം ടൈമിൽ നിങ്ങളുടെ ഫോണിന്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഒരു സ്ക്രീൻഷോട്ട് എടുക്കും. അത് നേരെ പോകുന്നത് സർക്കാരിന്റെ അടുത്താണ്. ഇതുമൂലം അവർക്ക് മനസ്സിലാകും നിങ്ങൾ എന്താണ് ഫോണിൽ നോക്കുന്നത് എന്ന്. കുറ്റം മുത്തച്ഛൻ ചെയ്താലും ശിക്ഷ പേരക്കുട്ടി വരെ അനുഭവിക്കണം. ഇത് ഗിൽട്ട് ബൈ അസോസിയേഷൻ എന്ന നിയമം മൂലമാണ്. അതുകൊണ്ടാണ് ഒരു കുടുംബത്തിലെ തന്നെ അന്തേവാസികൾ മറ്റൊരാളെ എപ്പോഴും സംശയത്തോടെ നോക്കുന്നത്. അതുകൊണ്ടാണ് ഒരേ കുടുംബത്തിലെ സഹോദരങ്ങൾ അച്ഛൻ മകനോടും അമ്മ മകളോടും ഒന്നും ഇവിടെ തുറന്ന് സംസാരിക്കാറില്ല. ഇങ്ങനെയൊക്കെ ആയിട്ടും കിങ് ജോണിന്റെ പിടി അഴിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഒരു നിശബ്ദമായ വിപ്ലവം നടന്നുകൊണ്ടിരിക്കുകയാണ് നോർത്ത് കൊറിയൻ വനിതകൾക്കിടയിൽ. നമസ്കാരം സുഹൃത്തുക്കളെ. വർഷം 1981 നോർത്ത് കൊറിയയുടെ പൊളിറ്റിക്കൽ പ്രിസൺ നമ്പർ 14 ഒരു ഗർഭിണിയെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ സ്ത്രീ ജയിലിൽ ഒരു ആൺകുഞ്ഞിന് ജന്മം നൽകുന്നു. അവനെ ഷിങ് ഡോൺ ഹ്യുങ് എന്ന് പേര് വെക്കുന്നു. അവൻ ജയിലിൽ തന്നെ വളരുന്നു. യഥാർത്ഥത്തിൽ കാര്യം ഇതാണ്. നോർത്ത് കൊറിയൻ സർക്കാർ ഗിൽഡ് ബൈ അസോസിയേഷൻ എന്ന സിദ്ധാന്തത്തിൽ വിശ്വസിക്കുന്നു. കുടുംബത്തിലെ ഒരാൾ ആരെങ്കിലും പൊളിറ്റിക്കൽ ക്രൈം ചെയ്താൽ ആ കുടുംബത്തെ മുഴുവനായും തുറങ്കിലടയ്ക്കും. 3 ജനറേഷൻ വരെ അതിന്റെ ശിക്ഷ അനുഭവിക്കണം. എന്ന് വെച്ചാൽ മുത്തച്ഛൻ ചെയ്ത തെറ്റിന് പേരക്കുട്ടി വരെ ജയിലിൽ പോകും. അതുകൊണ്ടാണ് ഷിങ് ഡോണിന് ജയിലിൽ കിടക്കേണ്ടി വന്നത്. കൊറിയൻ സർക്കാർ പറയുന്നത് അവന്റെ രക്തം അശുദ്ധമായിരിക്കുന്നു, അതുകൊണ്ടാണ് അവൻ ജയിലിൽ വളരേണ്ടി വന്നത്. അവന്റെ ശൈശവം വളരെ മോശമായ അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്. അവന് കഴിക്കാൻ വളരെ കുറച്ച് ആഹാരമേ ലഭിച്ചിരുന്നുള്ളൂ. വിശപ്പടക്കാൻ അവൻ പുല്ലും എലിയും ഭക്ഷണമാക്കി. ആ ക്യാമ്പിൽ 20,000 തടവുകാരുണ്ടായിരുന്നു. ആ തടവറയിലെ നിയമം വളരെ സിമ്പിൾ ആയിരുന്നു. നിങ്ങൾ ഓടിപ്പോവാൻ ശ്രമിച്ചാൽ നിങ്ങളെ വെടിവെച്ച് കൊല്ലും. ആരെങ്കിലും ഓടിപ്പോവാൻ ഗൂഢാലോചന നടത്തുന്നത് നിങ്ങൾ കേട്ടിട്ട് ജയിലധികാരികളെ അറിയിക്കാതിരുന്നാലും നിങ്ങളെ വെടിവെച്ച് കൊല്ലും. അവന് 13 വയസ്സുള്ളപ്പോൾ അവന്റെ അമ്മയും സഹോദരനും ജയിലിൽ ചാടാനുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നത് അവൻ കേൾക്കാനിടയായി. അവന് കൂടുതലൊന്നും ആലോചിക്കാൻ കഴിഞ്ഞില്ല. കുറച്ച് കൂടുതൽ ഭക്ഷണം ലഭിക്കുമെന്ന് വിചാരിച്ച് അവൻ ഗാർഡ്സിനോട് ഇക്കാര്യം പറയുന്നു. 7 മാസങ്ങൾക്ക് ശേഷം ജയിലിലെ എല്ലാ കുറ്റവാളികളുടെയും മുൻപിൽ വെച്ച് അവന്റെ അമ്മയെ അവർ തൂക്കിലേറ്റുന്നു. അവന്റെ സഹോദരനെ അവർ വെടിവെച്ച് കൊല്ലുന്നു. അതിനുശേഷം 6 മാസം വരെ ഷിങ് ഡോണിനെ അതിക്രൂരമായി ടോർച്ചർ ചെയ്യുന്നു. വർഷം 2005 23 വയസ്സുള്ള ഷിങ് ഡോൺ സ്വയം ജയിൽ ചാടാൻ തീരുമാനിക്കുന്നു. അവൻ അതിൽ വിജയം കൈവരിക്കുന്നു. ഗാർഡ്സിന്റെ കണ്ണ് വെട്ടിച്ച് ഒരു വിധത്തിൽ അവൻ നോർത്ത് കൊറിയ വിട്ട് ചൈനയിൽ എത്തിച്ചേരുന്നു. അവിടെ നിന്നും സൗത്ത് കൊറിയയിലേക്ക്. അതുകൊണ്ടാണ് ഈ കഥ ലോകമറിഞ്ഞത്. പിന്നീട് ഷിങ് ഡോൺ ഒരു ഹ്യൂമൻ റൈറ്റ് അഡ്വക്കേറ്റ് ആവുന്നു. അവന്റെ ശബ്ദം യുണൈറ്റഡ് നേഷൻ വരെ മുഴങ്ങുന്നു. എസ്കേപ്പ് ഫ്രം ക്യാമ്പ് 14 എന്ന പ്രശസ്തമായ പുസ്തകം പുറത്തു വരുന്നു. അത് ഷിന്നെ പോലുള്ള ആളുകളുടെ ജീവിതത്തെ ആധാരമാക്കിയതാണ്. സുഹൃത്തുക്കളെ, ഈ വീഡിയോയിൽ നമുക്ക് നോക്കാം സാധാരണക്കാരായ മനുഷ്യരുടെ ജീവിതം ലോകത്തിലെ ഏറ്റവും ഭയാനകമായ രാജ്യത്തെ എങ്ങനെയാണ് എന്ന്. കൊറിയയുടെ ജനസംഖ്യ ഏകദേശം 2.6 കോടിയാണ്. ഇത് മാപ്പിൽ സൗത്ത് കൊറിയയുടെ മുകളിലും ഇതിന്റെ പടിഞ്ഞാറ് ചൈനയുമാണ്. പക്ഷേ ഇത് രാത്രിയിൽ സാറ്റലൈറ്റ് ഇമേജിൽ നോക്കിയാൽ നമുക്ക് കാണാം ചൈനയുടെയും സൗത്ത് കൊറിയയും തിളങ്ങി നിൽക്കുന്നതും അതിനിടയിലുള്ള നോർത്ത് കൊറിയ ഇരുണ്ട് കിടക്കുന്നതും. ഡെമോക്രാറ്റിക് പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് കൊറിയ DPRK, അതാണ് നോർത്ത് കൊറിയയുടെ ഒഫീഷ്യൽ നെയിം. രസകരമായ കാര്യം ഇതാണ്, അവർ സ്വയം ഡെമോക്രാറ്റിക് എന്ന് അഭിസംബോധന ചെയ്യുന്നു. ഇതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കണം, സ്വയം ഡെമോക്രാറ്റിക് എന്ന് പറയുന്നത് കൊണ്ട് ഒരു രാജ്യവും ഡെമോക്രാറ്റിക് ആവണമെന്നില്ല. നോർത്ത് കൊറിയയിൽ ആർക്കും രാത്രി പഠിക്കാൻ സൗകര്യമില്ല, TV കാണാൻ പറ്റില്ല. 7 മണിയാവുമ്പോഴേക്കും എല്ലാവരും ഉറങ്ങാൻ കിടക്കും. കാരണം അവർക്ക് ഇരുട്ടിൽ ജീവിക്കാൻ ശീലമായി കഴിഞ്ഞിരിക്കുന്നു. 1995 നോർത്ത് കൊറിയയിൽ തവളകളുടെ എണ്ണത്തിൽ വലിയ കുറവുണ്ടാവാൻ തുടങ്ങി. പിന്നീടാണ് അറിഞ്ഞത് വിശപ്പടക്കാൻ മനുഷ്യർ തവളകളെ തിന്നാൻ തുടങ്ങി. 1995-98 കാലയളവിൽ സംഭവിച്ച മരണങ്ങൾ രാജ്യത്തെ ഏറ്റവും വലിയ മാൻ മെയ്ഡ് കാറ്റാസ്ട്രോഫിയിൽ ഒന്നായിരുന്നു. രാജ്യത്ത് പട്ടിണി മൂലം മരിച്ചവരുടെ കണക്കില്ലെങ്കിലും 5 ലക്ഷം മുതൽ 20 ലക്ഷം ആളുകൾ മരിച്ചതായി കണക്കാക്കപ്പെടുന്നു. അതിശയിപ്പിക്കുന്ന കാര്യം ഇതാണ്, നോർത്ത് കൊറിയ
ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. 1980കളിൽ നോർത്ത് കൊറിയ സൗത്ത് കൊറിയയെക്കാളും മികച്ചതായിരുന്നു. പെർ ക്യാപിറ്റ GDP-യിൽ നോർത്ത് കൊറിയ ഇന്ത്യയുടെയും ചൈനയുടെയും മുൻപിലായിരുന്നു. എല്ലാവർക്കും ഫ്രീ ഹെൽത്ത് കെയർ, ഹൗസിംഗ്, ഹീറ്റിംഗ്, ട്രാൻസ്പോർട്ടേഷൻ എന്നിവ ലഭിച്ചിരുന്നു. 1950 മുതൽ 1980 എല്ലാ വർഷവും നോർത്ത് കൊറിയയുടെ GDP 4.5% അധിക വർധനവുണ്ടായിരുന്നു. 1990-ൽ സോവിയറ്റ് യൂണിയൻ ശിഥിലമായപ്പോഴാണ് നോർത്ത് കൊറിയയുടെ കഷ്ടകാലം തുടങ്ങിയത്. സോവിയറ്റ് യൂണിയൻ ഓയിലും ഭക്ഷണവും ചീപ്പായി കൊടുത്തിരുന്നു. USSR കൊളാപ്സ് ആയപ്പോൾ നോർത്ത് കൊറിയയുടെ എക്കോണമിയും കൊളാപ്സ് ആയി. പവർ സ്റ്റേഷനുകൾ നിർത്തലായി, ലൈറ്റ് ഇല്ല, ജനം പട്ടിണിയിൽ വലഞ്ഞു. അമേരിക്ക പോലുള്ള രാജ്യങ്ങൾ നോർത്ത് കൊറിയയെ സഹായിക്കാൻ ഒരുങ്ങി. ഒരു കണ്ടീഷനിൽ, നോർത്ത് കൊറിയ തന്റെ ന്യൂക്ലിയർ വെപ്പൺസ് ഉപേക്ഷിക്കാൻ. പക്ഷെ നോർത്ത് കൊറിയ അതിന് വഴങ്ങിയില്ല. അതുകൊണ്ട് അമേരിക്കയും മറ്റ് ലോകരാജ്യങ്ങളും നോർത്ത് കൊറിയയെ ഐസൊലേറ്റ് ചെയ്തു. 1995-ൽ നോർത്ത് കൊറിയയിൽ ഒരു വലിയ വെള്ളപ്പൊക്കം ഉണ്ടായി. പക്ഷേ അവരിൽ ഇത്ര പോലും മനുഷ്യത്വം ഉണ്ടായിരുന്നില്ല തന്റെ ജനത്തിനു വേണ്ടി കോംപ്രമൈസ് ചെയ്യാൻ. കാലക്രമേണ നോർത്ത് കൊറിയയിലെ സ്ഥിതിഗതികൾ മോശമാവാൻ തുടങ്ങി. നോർത്ത് കൊറിയൻ സർക്കാരിന്റെ ശ്രദ്ധ വീഴ്ചകളെ കവറപ്പ് ചെയ്യുന്നതിൽ മുഴങ്ങി. നോർത്ത് കൊറിയയുടെ ക്യാപിറ്റൽ സിറ്റിയായ പ്യോങ്യാങ് സ്റ്റേബിൾ സോഷ്യലിസത്തിന്റെ മഹത്വം കാണിക്കാൻ അവിടെയുള്ള ഭവനരഹിതരായ പട്ടിണി പാവങ്ങളെ പിച്ചു. പട്ടണത്തിൽ വസിച്ചിരുന്ന റൂളിംഗ് പാർട്ടി മെമ്പേഴ്സിന് എല്ലാ സൗകര്യങ്ങളും ലഭിച്ചിരുന്നു. എന്നാൽ ഗ്രാമങ്ങളുടെ കാര്യം വളരെ കഷ്ടമായിരുന്നു. ആൻഡ്രൂ നാറ്റ്സിയോസ് തന്റെ പുസ്തകമായ ദ ഗ്രേറ്റ് നോർത്ത് കൊറിയൻ ഫെമൈനിൽ എഴുതുകയുണ്ടായി, നോർത്ത് കൊറിയൻ കുടുംബങ്ങൾ യുവജനങ്ങളുടെ വിശപ്പ് മാറ്റാൻ പ്രായമായവരെ പട്ടിണി മരണങ്ങൾക്ക് വിട്ടുകൊടുത്തു. ഇതിനെല്ലാം കാരണം നോർത്ത് കൊറിയ ഒരു ശക്തമായ ഡിക്റ്റേറ്റർഷിപ്പിന്റെ നിയന്ത്രണത്തിലായിരുന്നു. രണ്ടാം ലോക മഹായുദ്ധ സമയത്ത് അമേരിക്ക, ബ്രിട്ടൻ, സോവിയറ്റ് യൂണിയൻ ഇവർ ചേർന്ന് ജപ്പാനെയും ജർമ്മനിയെയും പരാജിതരാക്കി. ആ സമയത്ത് ജപ്പാന് കൊറിയൻ പെനിൻസുലയിലുള്ള സ്വാധീനം നഷ്ടപ്പെടുകയും അമേരിക്കയും സോവിയറ്റ് യൂണിയനും ചേർന്ന് ഈ കൊറിയൻ പെനിൻസുലയെ പങ്കുവച്ചു. നോർത്ത് ഭാഗം സോവിയറ്റ് യൂണിയന്റെ സ്വാധീനത്തിലും സൗത്ത് ഭാഗം അമേരിക്കയുടെ സ്വാധീനത്തിലുമായി. ഇത് തന്നെ അവർ ജർമ്മനിയുടെ അടുത്തും ചെയ്തു. ഈസ്റ്റ് ജർമ്മനി സോവിയറ്റ് യൂണിയന്റെ സ്വാധീനത്തിലും വെസ്റ്റ് ജർമ്മനി അമേരിക്കയുടെ സ്വാധീനത്തിലും. നോർത്ത് കൊറിയ സോവിയറ്റ് യൂണിയന്റെ സ്വാധീനത്തിൽ ആയതുകൊണ്ട് ഇതൊരു കമ്മ്യൂണിസ്റ്റ് സ്റ്റേറ്റ് ആവുകയും ജപ്പാനോട് യുദ്ധം ചെയ്യുന്ന ഗൊറില്ല ലീഡർ കിങ് ഇൽ സങ് രാജ്യത്തിന്റെ പരമോന്നത നേതാവായി. അതിനുശേഷം നോർത്ത് കൊറിയയിൽ കിങ് സങ്ങിന്റെ കുടുംബ വാഴ്ചയ്ക്ക് തുടക്കമായി. ഇന്ന് കിം ഇൽ സന്റെ പേരക്കുട്ടി കിങ് ജോൺ ഉന്നാണ് നോർത്ത് കൊറിയയുടെ പരമോന്നത നേതാവ്. ഈ രാജ്യത്തെ ഒരു കമ്മ്യൂണിസ്റ്റ് ഡിക്റ്റേറ്റർഷിപ്പ് എന്ന് പറയാനാവില്ല. അക്ഷരാർത്ഥത്തിൽ ഇതൊരു കുടുംബത്തിന്റെ ഡിക്റ്റേറ്റർഷിപ്പാണ്. ഇവർ ഇതുവരെ എന്തൊക്കെ ചെയ്തിട്ടുണ്ടോ അതെല്ലാം അവരുടെ കുടുംബത്തിന്റെ താല്പര്യങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി മാത്രമാണ്. ഇവിടെ സർക്കാർ ജനത്തിന്റെ എല്ലാ വ്യക്തിപരമായ താല്പര്യങ്ങളെയും നിയന്ത്രിക്കുന്നു. ആരെവിടെ ജീവിക്കണം, എന്ത് ജോലി ചെയ്യണം, എവിടെ പഠിക്കണം, ഇതെല്ലാം സർക്കാരാണ് തീരുമാനിക്കുന്നത്. ഇതിനെല്ലാം ഉപരി ജനങ്ങൾ TV-യിൽ എന്ത് കാണണം, ഇന്റർനെറ്റിൽ എന്താണ് സെർച്ച് ചെയ്യുന്നത്, എവിടെയാണ് പോകുന്നത്, എങ്ങനെയുള്ള ഹെയർ സ്റ്റൈൽ വെക്കണം, ഇതെല്ലാം തീരുമാനിക്കുന്നത് സർക്കാരാണ്. സ്കൂളിൽ നിന്ന് തുടങ്ങുകയാണെങ്കിൽ സ്കൂൾ എഡ്യൂക്കേഷൻ ഫ്രീ ആണ്. പോകാത്തവർക്ക് ശിക്ഷ ലഭിക്കും. പക്ഷേ പ്രോബ്ലം ഇതാണ്, സ്കൂളിൽ ശരിയായ ശിക്ഷണം ലഭിക്കുന്നില്ല. കൈക്കൂലി കിട്ടുന്ന കുട്ടികളെ മാത്രമേ ടീച്ചേഴ്സ് ശരിയായി പഠിപ്പിക്കുകയുള്ളൂ. അതുകൊണ്ട് പണമുള്ളവർ തങ്ങളുടെ കുട്ടികൾക്കായി സ്പെഷ്യൽ പേഴ്സണൽ ട്യൂട്ടേഴ്സിനെ വെക്കുന്നു. അവരുടെ സ്കൂളുകളുടെ ശരിയായ അവസ്ഥ കാണിക്കുന്ന വീഡിയോകൾ ഓൺലൈനിൽ ലഭ്യമല്ല. ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഈ സ്കൂൾ യഥാർത്ഥത്തിൽ സർക്കാർ പുറം ലോകത്തെ കാണിക്കാൻ ആഗ്രഹിക്കുന്ന അവരുടെ മികച്ച സ്കൂളാണ്. കോളേജുകളിൽ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് നോക്കിയും കൈക്കൂലി കൊടുത്തുമാണ് അഡ്മിഷൻ വാങ്ങുന്നത്. കോളേജിന് ശേഷം 10 വർഷം വരെ നിർബന്ധിത സൈനിക സേവനമാണ്. പൊളിറ്റിക്കൽ സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ എല്ലാ 5 വർഷവും ഇവിടെ ഇലക്ഷൻ നടക്കുന്നുണ്ട്. പക്ഷേ റൂളിംഗ് പാർട്ടിയിലെ മെമ്പേഴ്സിന് മാത്രമേ ഇലക്ഷനിൽ നിൽക്കാനുള്ള അവകാശമുള്ളൂ. ആരെങ്കിലും റൂളിംഗ് പാർട്ടിക്ക് എതിരെ വോട്ട് ചെയ്താൽ അവരെ രാജ്യദ്രോഹിയായി കരുതപ്പെടും. ആരെങ്കിലും ചെയ്താൽ അവന്റെ വീട്ടിൽ സീക്രട്ട് പോലീസ് വരും. അവനെ ഭ്രാന്തൻ എന്ന് മുദ്ര കുത്തപ്പെടും. എന്താണ് ഈ സീക്രട്ട് പോലീസ്? ഇതിനെക്കുറിച്ച് മുൻപോട്ടുള്ള വീഡിയോയിൽ സംസാരിക്കാം. ഇങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ടാണ് നോർത്ത് കൊറിയയുടെ വോട്ടിംഗ് പെർസെന്റേജ് 99.9%. എല്ലാവരും വോട്ട് ചെയ്യാനെത്തുന്നു. സർക്കാർ വോട്ടിങ്ങിനെ ഒരു അൺഒഫീഷ്യൽ സെൻസസ് ആയി കാണുകയും ജനങ്ങളുടെ മേൽ നിയന്ത്രണങ്ങൾ വരുത്താനുള്ള ഉപാധിയായി ഇതിനെ കാണുന്നു. നോർത്ത് കൊറിയയിൽ ആരെങ്ങനെയുള്ള വസ്ത്രം ധരിക്കണം, മുടി എങ്ങനെ വെട്ടണം എന്നൊക്കെ തീരുമാനിക്കുന്ന ഗവൺമെന്റ് ആണ്. ഇവർക്ക് 15-20 അപ്രൂവ്ഡ് ഹെയർ സ്റ്റൈൽ ലിസ്റ്റ് ഉണ്ട്. 2017 വന്ന ഒരു ആർട്ടിക്കിളിലെ ഈ ഫോട്ടോയിൽ നോക്കൂ. ഇതിൽ ആണുങ്ങൾക്കുള്ള 15 ഹെയർ സ്റ്റൈലിനെ കുറിച്ച് കാണിക്കുന്നു. നിങ്ങൾക്ക് മുടി വെട്ടണമെങ്കിൽ ഈ 15 ഹെയർ സ്റ്റൈൽ ഏതെങ്കിലും ഒന്ന് തിരഞ്ഞെടുക്കാം. പിന്നെ ഒരു കാര്യം, ഇവരുടെ ഡിക്റ്റേറ്റർ കിങ് ജോണിന്റെ ഹെയർ സ്റ്റൈൽ പോലുള്ള മുടിവെട്ടൽ ആർക്കും
സാധ്യമല്ല. കിങ് ജോൺ വെച്ചിരിക്കുന്ന കണ്ണട പോലുള്ള കണ്ണട വെക്കാൻ ഇവിടെ ആർക്കും അവകാശമില്ല. മുടികളിൽ ഡൈ ചെയ്യുന്നതും ഇവിടെ ബാനാണ്. വസ്ത്രങ്ങളിൽ ബ്ലൂ ജീൻസ്, റിപ്പിഡ് ജീൻസ്, സ്കിന്നി ജീൻസ് ഇവയെല്ലാം ഇവിടെ ബാനാണ്. അതുകൂടാതെ ബ്രാൻഡഡ് ഡ്രസ് ബാനാണ്. കാരണം അതിനെ വെസ്റ്റേൺ കൾച്ചറിന്റെ പ്രഭാവമായിട്ടാണ് കണക്കാക്കുന്നത്. പെൺകുട്ടികൾക്ക് ചെറിയ ഡ്രസ്, ടൈറ്റ് ഡ്രസ്, സൺ ഹാറ്റ് എന്നിവ ധരിക്കുന്നതും ബാനാണ്. ഇതൊക്കെ കൂടാതെ നിങ്ങളുടെ ഡ്രസ് യാതൊരു കാരണവശാലും വെസ്റ്റേൺ കൾച്ചറിന്റെ പ്രഭാവത്തിൽ ഉള്ളതാവരുത്. റെഡ് ലിപ്സ്റ്റിക് ഇടുന്നതും ഇവിടെ ബാനാണ്. മേക്കപ്പിനെയും വെസ്റ്റേൺ ഇൻഫ്ലുവൻസ് ആയിട്ടാണ് കാണുന്നത്. ഇത്രയും റൂൾസ് ആൻഡ് റെഗുലേഷൻസ് കേട്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും ഈ നിയമങ്ങളെല്ലാം ഇംപ്ലിമെന്റ് ആകുന്നുണ്ടോ എന്ന് ആര് നോക്കും? അതിനാണ് സുഹൃത്തുക്കളെ ഫാഷൻ പോലീസ്. തമാശയല്ലേ പറയുന്നത്. ആരെങ്കിലും ഈ നിയമങ്ങൾ ലംഘിച്ചാൽ ഫാഷൻ പോലീസിനെ നേരിടേണ്ടി വരും. ഫാഷൻ പോലീസ് പൊതുസ്ഥലങ്ങളിൽ സാധാരണക്കാരെ പോലെ കറങ്ങിക്കൊണ്ടിരിക്കും. ആരെങ്കിലും നിയമത്തിനെതിരായി വസ്ത്രം ധരിച്ചാൽ വസ്ത്രം കീറിക്കളയും, ഫൈൻ അടക്കേണ്ടി വരും, ചിലപ്പോൾ ജയിലിൽ പോകേണ്ടി വരും. എന്തിനാണ് സർക്കാർ ജനത്തിന്റെ ഡ്രസ്സിംഗ് സ്റ്റൈലിൽ ഇത്രയും ആകുലപ്പെടുന്നത്? ഫാഷൻ ഒരു കൾച്ചറൽ ഇൻവേഷൻ ആയിട്ടാണ് ഇവർ കാണുന്നത്. അവരുടെ അഭിപ്രായത്തിൽ ജനങ്ങൾ വിദേശ വസ്ത്രധാരണം അനുകരിച്ചാൽ ഇത് ഈ രാജ്യത്തിന്റെ നാശത്തിലേക്ക് നയിക്കും. നോർത്ത് കൊറിയൻ സർക്കാർ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഇത്രയും കർക്കശമാണ്. 2025 ഹെയർ സ്റ്റൈലിനെ കുറിച്ച് ഒരു പ്രൊപ്പഗണ്ട സീരീസ് ഇറക്കുകയുണ്ടായി. ലെറ്റ്സ് ട്രിം അവർ ഹെയർ ഇൻ അക്കോർഡൻസ് വിത്ത് സോഷ്യലിസ്റ്റ് ലൈഫ് സ്റ്റൈൽ. ഈ പ്രൊപ്പഗണ്ടയിൽ മുടി നീട്ടി വളർത്തുന്നത് അൺഹെൽതി ആണെന്നും അതുമൂലം ബുദ്ധി കുറയുമെന്നും പറയുകയുണ്ടായി. നോർത്ത് കൊറിയയിൽ പുതിയ ടെക്നോളജി, സർവീസ് എന്നിവയുടെ വികസനം ഇല്ലെന്ന് തന്നെ പറയും. രാജ്യത്തോട് താരതമ്യപ്പെടുത്തിയാൽ നമ്മൾ UPI വളരെ നന്നായി വികസിപ്പിച്ചതുപോലെ. എന്നാൽ നോർത്ത് കൊറിയയിൽ യാതൊരു സെക്ടറിലും വികസനം പേരിന് പോലുമില്ല. ടോട്ടലിറ്റേറിയൻ മനോഭാവത്തിന്റെ മറ്റൊരു ആസ്പെക്ട് ആണ് ജനത്തിന്റെ സഞ്ചാര സ്വാതന്ത്ര്യം നിയന്ത്രിക്കുക. ജനം സ്വന്തം രാജ്യത്തിൽ തന്നെ ഒരു സ്ഥലത്തു നിന്നും മറ്റൊരു സ്ഥലത്തേക്കുള്ള സഞ്ചാര സ്വാതന്ത്ര്യമില്ല. ഇതിനു വേണ്ടിയുള്ള അനുവാദം മേടിക്കേണ്ടിയിരിക്കുന്നു. പർപ്പസ് എന്താണ് എന്ന് വെളിപ്പെടുത്തേണ്ടിയിരിക്കുന്നു. ഇത് ഡൊമസ്റ്റിക് ട്രാവലിന്റെ കാര്യത്തിൽ ഇങ്ങനെയാണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇന്റർനാഷണൽ ട്രാവൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എന്താവും? ആരും രാജ്യം വിട്ടു പോകാൻ പറ്റില്ല. ആരെങ്കിലും അങ്ങനെ ചെയ്താൽ അവന്റെ മുഴുവൻ കുടുംബത്തിനും ഫോഴ്സ് ലേബർ, ജീവപര്യന്തം, കൂടിയത് മരണശിക്ഷ ലഭിക്കുന്നതാണ്. ഈ വീഡിയോയുടെ ആരംഭത്തിൽ ഞാനൊരു ഷിങ് ഡോണിന്റെ കഥ പറഞ്ഞത് ഓർക്കുന്നുണ്ടല്ലോ. എന്തിനാണ് ഷിങ് ഡോൺ ജയിലിൽ അയച്ചത്? ഷിങ് ഡോണിന്റെ ഒരു അങ്കിൾ സൗത്ത് കൊറിയയിലേക്ക് ഓടിപ്പോയിരുന്നു. അതിനാണ് മിച്ചമുള്ള ഷിങ് ഡോണിന്റെ മുഴുവൻ കുടുംബത്തെയും തുറുങ്കിലടച്ചത്. കോവിഡിന് ശേഷം ആരെങ്കിലും രാജ്യം വിട്ട് ഓടുകയോ അതിർത്തി കടന്ന് രാജ്യത്തേക്ക് നുഴഞ്ഞു കയറുകയോ ചെയ്താൽ കണ്ടാൽ വെടിവെച്ച് കൊല്ലാനുള്ള കർക്കശമായ ആജ്ഞയാണ് കൊടുത്തിരുന്നത്. ഈ ഓർഡർ അനുസരിച്ച് 14 പേരെ വെടിവെച്ച് കൊണ്ടിരുന്നു. ഇങ്ങനെയൊക്കെ ആണെങ്കിലും എല്ലാവരും രാജ്യം വിട്ടു പോകാൻ ആഗ്രഹിക്കുന്നവരാണ്. ഓടുന്നവരെല്ലാം ചൈനയിലേക്കാണ് പോകുന്നത്. കാരണം ബോർഡർ കണക്ഷൻസ് കാരണം അതാണ് എളുപ്പം. പക്ഷെ ചൈന സ്വയം ഒരു ഡിക്റ്റേറ്റർഷിപ്പ് ആയതിനാൽ ഓടി വരുന്നവരെയെല്ലാം ചൈന തിരിച്ച് നോർത്ത് കൊറിയയ്ക്ക് തിരിച്ചു നൽകും. 2023 ഈ വാർത്ത അനുസരിച്ച് കുറഞ്ഞത് 500 പേരെ ചൈന നോർത്ത് കൊറിയയ്ക്ക് കൈമാറിയിട്ടുണ്ട്. വിനോദങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു വിദേശ സിനിമകളും നോർത്ത് കൊറിയയിൽ റിലീസ് ആവുകയില്ല. ഇവിടെ TV ബ്രോഡ്കാസ്റ്റുകളിലും എല്ലാം സർക്കാരിന്റെ പ്രൊപ്പഗണ്ടകൾ മാത്രമാണ് കാണിക്കുന്നത്. ഫോറിൻ ഷോസ്, മൂവീസ് എന്നിവ കാണുന്നത് പോലും ഒരു ഗൗരവമുള്ള കുറ്റമാണ്. പിടിക്കപ്പെട്ടാൽ കഠിന ശിക്ഷകൾക്ക് വിധേയമാവും. BBC ഈ ന്യൂസ് നോക്കൂ. സൗത്ത് കൊറിയൻ ഡ്രാമ കണ്ടതുകൊണ്ട് ഒരു ടീനേജുകാരനെ 12 വർഷത്തേക്ക് ഹാർഡ് ലേബറിന് ശിക്ഷിച്ചു. ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഒരു കുട്ടി സൗത്ത് കൊറിയൻ മൂവി കാണുന്നു, അതിന് അവനെ 12 വർഷത്തേക്ക് ശിക്ഷിക്കുന്നു. കൂടിയുണ്ട്. സൗത്ത് കൊറിയൻ ആൽബം വിറ്റു എന്ന കുറ്റത്തിന് യുവാവിനെ മൃഗീയമായി വെടിവെച്ചു കൊന്നു. ഇങ്ങനെയൊക്കെ ആയിട്ടും വിനോദത്തിന്റെ കുറവുള്ളതിനാൽ ജനങ്ങൾ ഒളിച്ചും പാത്തും സൗത്ത് കൊറിയൻ സിനിമകൾ ബ്ലാക്ക് മാർക്കറ്റിൽ നിന്ന് സ്മഗിൾ ചെയ്ത് കാണുന്നു. നോർത്ത് കൊറിയൻ മാർക്കറ്റിൽ ബ്ലാക്കിൽ നിങ്ങൾക്ക് സൗത്ത് കൊറിയൻ സിനിമകൾ ലഭിക്കും. ആദ്യമാദ്യങ്ങളിൽ ഇതിന്റെ DVD ലഭിച്ചിരുന്നു. ജനങ്ങൾ പഴയ ചൈനീസ് DVD പ്ലെയർ വാങ്ങി അതുമൂലം ഇവ കാണുമായിരുന്നു. ഇവരെ പിടിക്കാൻ വേണ്ടി സർക്കാർ റാൻഡം ടൈമിങ്ങിൽ വൈദ്യുതി വിച്ഛേദിക്കുമായിരുന്നു. കറണ്ട് പോകുമ്പോൾ DVD പ്ലെയറിന്റെ അകത്ത് കുടുങ്ങുകയും രാത്രികാലങ്ങളിൽ സർക്കാർ ഒഫീഷ്യലുകൾ വീടുകളിലേക്ക് ഇടിച്ചു കയറി DVD തുറന്ന് നോക്കുമായിരുന്നു ഇവർ എന്താണ് കാണുന്നതെന്ന്. കാലക്രമേണ USB സ്റ്റിക്കിന്റെ ഉപയോഗം വന്നു. ഇവയെ പെട്ടെന്ന് ഒളിപ്പിക്കാൻ പറ്റിയിരുന്നു. വിദേശ പ്രോഗ്രാമുകൾ കാണുമ്പോൾ
ജനങ്ങൾ തങ്ങളുടെ വീട്ടിലെ എല്ലാ ജനലും വാതിലും അടച്ച് ലൈറ്റ് ഓഫാക്കി ശബ്ദം വെളിയിൽ വരാത്ത വിധമാണ് നോക്കിയിരുന്നത്. ഇന്റർനെറ്റിന്റെ കാര്യം പറയുകയാണെങ്കിൽ വളരെ ചുരുങ്ങിയ ഇന്റർനെറ്റ് സൗകര്യം മാത്രമേ ഇവിടെയുള്ളത്. അത് ലഭിക്കുവാൻ പോലും സർക്കാരിന്റെ അനുമതി വേണം. അനുമതി ലഭിച്ചാലും ഒരു ലൈബ്രറിയൻ 2 പേരുടെ ഇടയിൽ ഇരിപ്പുണ്ടാവും. എല്ലാ 5 മിനിറ്റുകളിലും കമ്പ്യൂട്ടറിന്റെ സ്ക്രീൻ ഫ്രീസ് ആവും. പിന്നീട് ലൈബ്രറിയുടെ ഫിംഗർ പ്രിന്റ് കൂടിയാണ് മുന്നോട്ട് നോക്കാൻ പറ്റുന്നത്. ഒരാൾക്ക് മാക്സിമം 1 മണിക്കൂർ മാത്രമാണ് ഇന്റർനെറ്റ് ഉപയോഗിക്കാൻ കഴിയുക. കൂടുതൽ സമയം ഇന്റർനെറ്റ് ഉപയോഗിക്കണമെങ്കിൽ പിന്നെയും പെർമിഷൻ എടുക്കണം. സർക്കാർ ജനങ്ങൾക്ക് വേണ്ടി സ്വന്തമായി ഒരു ഇന്റേണൽ ഇന്റർനെറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇൻട്രാനെറ്റ് ആണ് എന്നാണ് ഇതിന് പറയുന്നത്. ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് വളരെ നിയന്ത്രിതമായ വെബ്സൈറ്റുകളെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ്. മാത്രവുമല്ല ഇത് വളരെ ചിലവേറിയതുമാണ്. നോർത്ത് കൊറിയയിൽ ഒരു വിധത്തിലുള്ള സോഷ്യൽ മീഡിയ എക്സിറ്റ് ചെയ്യുന്നില്ല. ഇവിടെ ഫേസ്ബുക്കും നെറ്റ്ഫ്ലിക്സ് മുതലായവ ക്ലോൺ ചെയ്യാൻ പരിശ്രമിച്ചെങ്കിലും വിജയിച്ചില്ല. ഇവിടെ ലഭിക്കുന്ന സ്മാർട്ട് ഫോൺസ് വളരെ വലുതായി സെൻസർ ചെയ്തിട്ടുള്ളതാണ്. ഈ ഫോൺ ഉപയോഗിച്ച് ഒരു ഇന്റർനാഷണൽ കോൾ ചെയ്യാൻ പറ്റില്ല. ഒരു റാൻഡം ടൈമിൽ ഫോണിലെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഫോണിന്റെ സ്ക്രീനിന്റെ സ്ക്രീൻഷോട്ട് എടുക്കുകയും ഇത് നേരെ പോകുന്നത് സർക്കാരിന്റെ അടുത്താണ്. കാരണം അവർക്ക് അറിയാൻ പറ്റും നിങ്ങൾ എന്താണ് ഫോണിൽ നോക്കിക്കൊണ്ടിരിക്കുന്നത്. കൂടാതെ സ്മാർട്ട് ഫോണുകളിൽ എല്ലാം ഇങ്ങനെയാണ് കോഡിംഗ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഗവൺമെന്റ് അപ്രൂവ്ഡ് കണ്ടന്റ് മാത്രമേ കാണാൻ പറ്റുകയുള്ളൂ. സർക്കാർ അപ്രൂവ് ചെയ്ത ആപ്സ് ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ അതിനുവേണ്ടി ആപ്പ് സ്റ്റോർ ഒന്നുമില്ല. ഏതെങ്കിലും ഫിസിക്കൽ സ്റ്റോറിൽ നിന്ന് മാത്രമേ ഇവ ഡൗൺലോഡ് ചെയ്യാൻ പറ്റുകയുള്ളൂ, ഇവ മേടിക്കാൻ പറ്റുകയുള്ളൂ. നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത അത്രയും മനോവിഷമത്തോടെയാണ് ഇവിടെ ജനങ്ങൾ ജീവിക്കുന്നത്. മതത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ നോർത്ത് കൊറിയ ഒരു നിരീശ്വര രാജ്യമാണ്. ജനങ്ങൾക്ക് സ്വന്തമായി ഒരു മതം തിരഞ്ഞെടുക്കാനോ വിശ്വസിക്കാനോ ഉള്ള അധികാരമില്ല. അങ്ങനെ ചെയ്താൽ അതിന്റെ ഫലം മരണശിക്ഷയായിരിക്കും. ക്രിസ്ത്യാനികളെ വളരെ അധികമായി ഇവിടെ ടാർഗറ്റ് ചെയ്യുന്നു. കാരണം അവരെ അമേരിക്കയുമായി ബന്ധപ്പെട്ടാണ് കാണുന്നത്. പൊളിറ്റിക്കൽ പ്രിസൺ ക്യാമ്പുകളിൽ ആയിരക്കണക്കിന് ക്രിസ്ത്യൻസിനെ ക്രൂരമായി പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. 2009 റീ ഹാം യൂങ് എന്ന വനിതയെ ബൈബിൾ വിതരണം ചെയ്തു എന്ന കുറ്റത്തിന് മൃഗീയമായി വെടിവെച്ചു കൊന്നു. അവളുടെ ഭർത്താവിനെയും 3 മക്കളെയും പൊളിറ്റിക്കൽ പ്രിസൺ ക്യാമ്പിൽ അടച്ചു. ഓ മൈ ഗോഡ് എന്ന സിനിമയിലെ ഒരു ഡയലോഗാണ്, നിങ്ങൾ മനുഷ്യരിൽ നിന്ന് അവരുടെ ദൈവത്തെ അകറ്റിയാൽ അവർ നിങ്ങളെ സ്വയം അവരുടെ മതമാക്കി മാറ്റും. അതുപോലെ ഇവിടെ നോർത്ത് കൊറിയയിൽ കിം കുടുംബം സ്വയം ഒരു റിലീജനായി മാറി. നോർത്ത് കൊറിയയിലെ ആദ്യ സുപ്രീം ലീഡറായ കിങ് ഇൽ സങ്ങിനെയും കിങ് ജോൺ ഇലിനെയും ദൈവത്തെ പോലെയാണ് ആരാധിച്ചു വരുന്നത്. വീട്, ഓഫീസ്, സ്കൂള് എല്ലാ പൊതുസ്ഥലങ്ങളിലും ഇവരുടെ 2 പേരുടെയും ചിത്രങ്ങൾ വെച്ചിട്ടുണ്ട്. നോർത്ത് കൊറിയയിൽ നിങ്ങൾ എവിടെ പോയാലും നിങ്ങൾക്ക് ഇങ്ങനെ തോന്നാം, ഈ 2 നേതാക്കളും നിങ്ങളെ വീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. സീക്രട്ട് പോലീസുകൾ വീട്ടിൽ കയറി ഇറങ്ങി ചെക്ക് ചെയ്യും. ഇവരുടെ ഫോട്ടോ നിങ്ങളുടെ വീട്ടിൽ ഇല്ലെങ്കിൽ നിങ്ങളുടെ മേൽ നടപടി ഉണ്ടാകും. ജനങ്ങൾക്ക് ഈ ചിത്രങ്ങളുടെയും പ്രതിമകളുടെയും സംരക്ഷണം സ്വന്തം ജീവൻ ത്യജിച്ചിട്ടായാലും ചെയ്യാം. ആരെങ്കിലും അങ്ങനെ ചെയ്തില്ലെങ്കിൽ അവരുടെ മേൽ നടപടി ഉണ്ടാകും. വർഷം 2020 ഒരു കേസുണ്ട്. ഒരു വനിത തന്റെ വീട് തീപിടിച്ചപ്പോൾ കത്തിക്കൊണ്ടിരിക്കുന്ന വീട്ടിൽ നിന്ന് ഈ ചിത്രങ്ങളെ സംരക്ഷിക്കുന്നതിന് പകരം തന്റെ മക്കളെ രക്ഷപ്പെടുത്തി. വനിതയുടെ മേൽ ശിക്ഷാ നടപടികൾ ഉണ്ടായി. മക്കൾക്ക് ആശുപത്രിയിൽ ചികിത്സ പോലും നിരസിച്ചു. മറ്റൊരു സംഭവത്തിൽ ഒരു വ്യക്തി പറയുന്നു, തന്റെ പിതാവ് അറിയാതെ പേപ്പറിൽ ഉണ്ടായിരുന്ന കിങ് ജോണിലിന്റെ ഫോട്ടോ മലിനപ്പെടുത്തിയത് കൊണ്ട് പിതാവിന് പൊളിറ്റിക്കൽ പ്രിസൺ ക്യാമ്പിൽ അയച്ചു. നോർത്ത് കൊറിയയുടെ എക്കണോമിക്കൽ കണ്ടീഷൻസ് വളരെ ശോചനീയമാണ്. രാജ്യത്തിന്റെ 69% ആളുകളും ദരിദ്രരേഖയ്ക്ക് താഴെയാണ്. അവർക്ക് ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം, മരുന്ന്, വിദ്യാഭ്യാസം എന്ന കുറഞ്ഞ ആവശ്യങ്ങൾ പോലുമില്ല. വീടുകളിൽ ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, എന്തിന് ഒരു സൈക്കിൾ പോലുമില്ല. ഇതിന്റെ ഒരു വലിയ കാരണം ഇതാണ്, രാജ്യത്തെ എല്ലാ പുരുഷന്മാരും ഗവൺമെന്റ് അസൈൻഡ് ആയ ജോലികളാണ് ചെയ്യുന്നത്. അവർക്ക് ഇപ്പോഴും 1990കളിലെ വേതനമാണ് ലഭിക്കുന്നത്. അത് എത്രയെന്ന് കേട്ടാൽ നിങ്ങൾ ആശ്ചര്യപ്പെടും. മാസം 7 മുതൽ 9 കിലോ ഗോതമ്പ്. 2014 നോർത്ത് കൊറിയ വിട്ട ഒരു ഡോക്ടർ പറയുന്നത്, ഡോക്ടർമാർക്ക് മാസത്തിൽ 3500 വൺ ആണ് ലഭിച്ചിരുന്നത്. അത് 1 കിലോ അരി പോലും കിട്ടില്ല. പുരുഷന്മാരുടെ ശമ്പളം ഇത്ര കുറവായതിനാൽ വീട്ടു ചെലവുകൾ നടക്കുന്നത് പെണ്ണുങ്ങളുടെ വരുമാനത്തിൽ നിന്നാണ്. സ്ത്രീകളെ ഗവൺമെന്റ് അസൈൻഡ് ജോലി ചെയ്യാൻ നിർബന്ധിക്കാറില്ല. ആയതിനാൽ അവർ ലോക്കൽ മാർക്കറ്റുകളിൽ ജോലി ചെയ്യുന്നു, പണം നേടുന്നു. ലോക്കൽ മാർക്കറ്റുകളെ ഇവിടെ വിളിക്കുന്ന പേരാണ് ജങ് മടങ്ക. വീടുകളുടെ വരുമാനത്തിന്റെ 70% കൂടുതൽ സ്ത്രീകളുടെ സംഭാവനയാണ്. ഗവൺമെന്റിന് ജനങ്ങളുടെ വിശപ്പടക്കാൻ കഴിയാത്തപ്പോൾ ജനങ്ങൾ സ്വയം ബ്ലാക്ക് മാർക്കറ്റുകളുടെ സഹായത്തോടെ അവരവരുടെ വിശപ്പടക്കാനുള്ള വഴി കണ്ടുപിടിച്ചു.
സാവധാനത്തിൽ ഈ മാർക്കറ്റുകൾ വളരാൻ തുടങ്ങി. ഇപ്പോൾ ഇവിടെ ഫുഡ്, ഡ്രഗ്സ് എന്തിനു പറയുന്നു, സൗത്ത് കൊറിയൻ മൂവികളുടെ ഇല്ലീഗൽ USB ഡിസ്കുകൾ വരെ ലഭിക്കുമെന്നായി. ജങ് മടങ് എന്ന് വിളിക്കുന്ന ഈ മാർക്കറ്റുകൾ നോർത്ത് കൊറിയൻ വീടുകളിലെ ഒരു പ്രധാന വരുമാന മാർഗമാണ്. ഈ മാർക്കറ്റ് വഴി പുറം ലോകത്തെക്കുറിച്ചുള്ള അറിവ് ഈ മാർക്കറ്റ് വഴിയാണ് കടന്നു വരുന്നത്. ജനങ്ങൾ മനസ്സിലാക്കുന്നു മറ്റു രാജ്യങ്ങളിൽ എത്ര സ്വാതന്ത്ര്യമുണ്ട്, എന്തെല്ലാം സൗകര്യങ്ങളാണ് അവിടുത്തെ സർക്കാരുകൾ ജനങ്ങൾക്കായി ചെയ്തു കൊടുക്കുന്നത്. അതുകൊണ്ട് സമയത്തിനനുസൃതമായി കുറെ പേർ തന്റെ രാജ്യത്തിൽ നിന്ന് ഡിസല്യൂട്ടഡ് ആയി കൊണ്ടിരിക്കുന്നു. ജനങ്ങളെ പൊളിറ്റിക്കൽ ലോയാലിറ്റിയുടെ അടിസ്ഥാനത്തിൽ 3 ക്ലാസ്സായി തരംതിരിച്ചിരിക്കുന്നു. ഏറ്റവും മുകളിൽ കോർ ക്ലാസ്, വിശ്വസ്തർ. രണ്ടാമത്തത് വേവറിംഗ്, സംശയത്തിന്റെ നിഴലിലുള്ളവർ. മൂന്നാമത്തത് ഹോസ്റ്റൈൽ, അതായത് സർക്കാരിന്റെ ശത്രുക്കൾ. ഈ ഡോക്യുമെന്റ് നോക്കൂ, ഇതിനെ സോങ് ബങ് എന്നാണ് വിളിക്കുന്നത്. ആരെവിടെ ഉണ്ടാകണം, അവർ എന്ത് ജോലി ചെയ്യണം, അതിന് സർക്കാരിന്റെ അടുത്ത് നിന്ന് എത്ര ഭക്ഷണം ലഭിക്കും, ഹെൽത്ത് കെയർ, എഡ്യൂക്കേഷൻ എക്സെട്ര തുടങ്ങിയ മറ്റ് സൗകര്യങ്ങൾ, ഇതെല്ലാം സോങ് ബങ് ആണ് നിശ്ചയിക്കുന്നത്. നോർത്ത് കൊറിയയിൽ കല്യാണങ്ങൾ പോലും സോങ് ബങ് ആണ് നിശ്ചയിക്കുന്നത്. ഉദാഹരണമായി അവരുടെ ക്യാപിറ്റൽ സിറ്റിയായ പ്യോങ് താങ് എല്ലാം റിസോഴ്സും പണവും ഇവിടെയാണ് സർക്കാർ ചിലവാക്കുന്നത്. കാരണം ഇതിനെ വലുതാക്കി കാണിക്കാൻ വേണ്ടി. യൂഷ്വലി ഇവിടെ വസിക്കുന്ന ജനങ്ങളെല്ലാം കോർ ക്ലാസ്സിൽപ്പെട്ടവരാണ്. ഹോസ്റ്റൽ ക്ലാസ്സിലുള്ള ജനങ്ങൾ ഈ സിറ്റിയുടെ 50 കിലോമീറ്റർ ഏരിയ ചുറ്റളവിൽ വസിക്കാനുള്ള അവകാശമില്ല. ഹോസ്റ്റൽ ക്ലാസ്സിലെ കുടുംബത്തിൽപ്പെട്ടവരെ കൊണ്ട് തന്നെ മറ്റുള്ളവരുടെ രഹസ്യങ്ങൾ ചോർത്താൻ ഉപയോഗിക്കും. ഇക്കാരണത്താൽ ജനങ്ങൾ സ്വന്തം കുടുംബത്തിലുള്ളവരോട് പോലും ഒന്നും തുറന്ന് സംസാരിക്കാറില്ല. ആര് എപ്പോൾ രഹസ്യങ്ങൾ ചോർത്തുമെന്ന് അവർക്കറിയില്ല. അങ്ങനെ തന്നെ ഒരു സംഭവം ഉണ്ടായി. ഒരു വനിതയെ 10 വർഷത്തിന് പൊളിറ്റിക്കൽ പ്രിസൺ ക്യാമ്പിൽ അയച്ചു. അവളുടെ മരുമകൾ അമ്മയും മകനും രാജ്യം വിട്ട് ഓടിപ്പോകാൻ തീരുമാനിച്ചിരിക്കുകയാണെന്ന് സർക്കാരിന് ഒറ്റിക്കൊടുത്തു. കുടുംബത്തിലെ ആരെങ്കിലും പൊളിറ്റിക്കൽ ക്രൈം ചെയ്താൽ അവരുടെ സങ് ബങ് ക്ലാസ്സിൽ ഇടിവ് സംഭവിക്കും. നോർത്ത് കൊറിയൻ ജനങ്ങൾ അനുഭവിക്കുന്ന മറ്റൊരു പ്രശ്നമാണ് ഫോഴ്സ് ലേബർ. ഒരു തരത്തിൽ പറഞ്ഞാൽ മോഡേൺ സ്ലേവറി. കൺസ്ട്രക്ഷൻ ഫീൽഡ്, അഗ്രികൾച്ചർ ലാൻഡ്, മൈൻസ്, എല്ലാ സ്ഥലങ്ങളിലും ജനങ്ങളെ കൊണ്ട് 12 മുതൽ 18 മണിക്കൂർ വരെ പണിയെടുപ്പിക്കുന്നു. സിറ്റുവേഷൻ ഇത്രയും വൃത്തികേടായിരിക്കുന്നു. നോർത്ത് കൊറിയയുടെ മുഴുവൻ എക്കോണമിയും ഈ ഫോഴ്സ് ലേബറിന്റെ അടിസ്ഥാനത്തിലാണ് നിലനിൽക്കുന്നത്. കാരണം പണം മുഴുവൻ ആയുധങ്ങൾക്കായി ചെലവഴിക്കുന്നു. ഏറ്റവും കൂടുതൽ ഫോഴ്സ് ലേബർ ഡിറ്റക്ഷൻ സെന്ററുകളിലും പൊളിറ്റിക്കൽ പ്രിസണിലും അടക്കപ്പെട്ട കുറ്റവാളികളിലാണ് കാണപ്പെടുന്നത്. നോർത്ത് കൊറിയൻ നിയമം അനുസരിച്ച് കുറ്റവാളികളെ പണിയെടുപ്പിച്ചാണ് അവരുടെ ശിക്ഷ തീർക്കുന്നത്. കുറ്റം ആരോപിക്കുന്നവർക്ക് ഫോഴ്സ് ലേബറിന്റെ ശിക്ഷ വിധിക്കുന്നു. നിങ്ങളൊരു നോർത്ത് കൊറിയൻ ആണ്. നിങ്ങൾ യാദൃശ്ചികമായി നിങ്ങളുടെ ഡിക്റ്റേറ്ററിനെ കുറിച്ച് കുറ്റം പറഞ്ഞാൽ നിങ്ങൾ മാത്രമല്ല, നിങ്ങളുടെ മുഴുവൻ കുടുംബവും ജയിലിൽ പോകും. ഇവിടെ ഗിൽറ്റ് ബൈ അസോസിയേഷൻ എന്ന ആശയമാണ് നടപ്പിലാക്കുന്നത്. അതായത് എന്തെങ്കിലും പൊളിറ്റിക്കൽ ക്രൈം ചെയ്താൽ കുടുംബത്തിലെ മുഴുവൻ അംഗങ്ങളെയും പൊളിറ്റിക്കൽ പ്രിസൺ ക്യാമ്പിലാക്കും. കുടുംബത്തിലെ 3 ജനറേഷൻ ഈ ക്യാമ്പിൽ തുടരണം. അതായത് മുത്തച്ഛൻ കുറ്റം ചെയ്താൽ കൊച്ചുമകൻ വരെ ശിക്ഷ അനുഭവിക്കും. ഈ പൊളിറ്റിക്കൽ പ്രിസൺ ക്യാമ്പിലുള്ളവരുടെ അവസ്ഥ വളരെ ശോചനീയമാണ്. ജിയോങ് ക്യൂങ്ങിൽ പറയുന്നതനുസരിച്ച് 50 സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു മുറിയിൽ 30 മുതൽ 40 കുറ്റവാളികൾ ഉണ്ടാവും. നോർത്ത് കൊറിയയിൽ 5-6 പ്രിസൺ ക്യാമ്പുകളിലായി 80,000 മുതൽ 1,20,000 വരെ കുറ്റവാളികളുണ്ട്. ഇവിടെ കുറ്റവാളികളെ പട്ടിണിക്കിടുന്നു. 16 മുതൽ 18 മണിക്കൂർ കഠിനാധ്വാനം ചെയ്യിക്കുന്നു. പകരമായി തുച്ഛമായ ഭക്ഷണം നൽകുന്നു. 40% കുറ്റവാളികളും പട്ടിണി മൂലമാണ് മരിക്കുന്നത്. പട്ടിണി മരണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കുറ്റവാളികൾ പുല്ലും എലിയും പാമ്പും ഭക്ഷണമാക്കുന്നു. പന്നികൾ കൊടുക്കുന്ന ഭക്ഷണം പോലും കുറ്റവാളികൾ കഴിക്കുന്നു. ഡോക്യുമെന്റ് ഈ പേജിൽ പറയുന്നത്, എന്നാൽ ഇതൊന്നും അലൗഡ് അല്ലതാനും. ഒരു പ്രാവശ്യം 7 വയസ്സ് റോഡിൽ കിടക്കുന്ന ധാന്യം എടുത്തു കഴിക്കുന്ന കണ്ട ഗാർഡ് അവളെ മർദ്ദിക്കുകയും അത് ആ കുട്ടിയുടെ മരണത്തിന് കാരണമാകുകയും ചെയ്തു. പൊളിറ്റിക്കൽ ക്യാമ്പ് 15-ൽ കൃഷിയിടത്തിൽ നിന്ന് ഉരുളക്കിഴങ്ങ് മോഷ്ടിച്ച കുറ്റത്തിന് മറ്റു കുറ്റവാളികളുടെ മുൻപിൽ വെച്ച് മൃഗീയമായി ഒരാളെ വെടിവെച്ചു കൊന്നു. ഓടി രക്ഷപ്പെടുന്ന മുഴുവൻ കുറ്റവാളികളും ഒന്നുകിൽ ഗാർഡ്സിന്റെ വെടിയേറ്റ് വീഴ്ത്തപ്പെടും, അല്ലെങ്കിൽ കമ്പിവേലിയിലെ കറന്റ് ഷോക്കേറ്റ് കൊല്ലപ്പെടും. ഷിങ് ഡോങ് യങ്ങിന്റെ സുഹൃത്തും ഇങ്ങനെയാണ് കൊല്ലപ്പെട്ടത്. ഒരു ദിവസം ഷിങ് ഡോങ്ങിനെയും സുഹൃത്തിനെയും
കമ്പിവേലിക്കടുത്ത് വിറക് ശേഖരിക്കാൻ വിട്ടു. വിറക് ശേഖരിക്കുന്നതിടയിൽ അവർ ഓടി രക്ഷപ്പെടാൻ പദ്ധതിയിട്ടു. ഷിങ്ഡോങ്ങിന്റെ സുഹൃത്ത് കമ്പിവേലിയിൽ നിന്ന് ഷോക്കേറ്റ് വീണു. ആ വിടവിലൂടെ ഷിങ്ഡോങ് രക്ഷപ്പെടുന്നതിൽ വിജയിച്ചു. ഒരു ഫോർമൽ ഗാർഡ് മ്യൂൺ ചൂൽ പറഞ്ഞു, ഏതെങ്കിലും തരത്തിലുള്ള യുദ്ധമോ ആഭ്യന്തര കലാപമോ ഉണ്ടായാൽ പ്രിസൺ ക്യാമ്പിലുള്ള എല്ലാ കുറ്റവാളികളെയും കൊല്ലാനാണ് നിർദ്ദേശം ഉള്ളത്. കാരണം ഈ പൊളിറ്റിക്കൽ പ്രിസൺ ക്യാമ്പിനെ കുറിച്ചുള്ള ഒരു വിവരവും പുറം ലോകം അറിയരുത്. ഹിറ്റ്ലറും തന്റെ കോൺസെൻട്രേഷൻ ക്യാമ്പുകളിൽ ഇത് തന്നെയാണ് ചെയ്തത്. ഇക്കാരണത്താൽ യുണൈറ്റഡ് നേഷന്റെ ഒരു അന്വേഷണത്തിൽ ഇപ്രകാരം പറയുകയുണ്ടായി, നോർത്ത് കൊറിയ വലിയ തോതിൽ പണ്ട് ഹിറ്റ്ലറുടെ നാസി പട ചെയ്തതുപോലെ തന്റെ തന്നെ ജനത്തെ പീഡിപ്പിക്കുന്നു. ഇന്ന് നോർത്ത് കൊറിയ തന്റെ ജനത്തെ റഷ്യ, ചൈന, ഗൾഫ് നേഷൻസ്, പോളണ്ട്, ആഫ്രിക്ക എന്നിവിടങ്ങളിൽ ജോലി ചെയ്യാനായി അയക്കുന്നു. എന്നാൽ അവിടെയും അടിമകളെ പോലെ ചൂഷണം ചെയ്യപ്പെടുന്നു. കുറഞ്ഞത് 1,00,000 പേർ വിദേശങ്ങളിൽ ഫോഴ്സ് ലേബർ അല്ലെങ്കിൽ സ്ലേവറി ചെയ്യുന്നു. ഈ ന്യൂസ് നോക്കൂ. റഷ്യ ഉക്രൈൻ വാറിൽ പോലും റഷ്യക്ക് വേണ്ടി യുദ്ധം ചെയ്യാൻ നോർത്ത് കൊറിയയിൽ നിന്ന് ആളെ അയക്കുന്നു. നോർത്ത് കൊറിയൻ ജനങ്ങളുടെ ഏറ്റവും വലിയ ശത്രു സീക്രട്ട് പോലീസാണ്. ജനങ്ങളെ അപ്രത്യക്ഷമാക്കുന്നതിൽ സീക്രട്ട് പോലീസിന്റെ പങ്ക് വളരെ വലുതാണ്. രാജ്യം മുഴുവനും ഈ ഏജൻസിയുടെ ഏജന്റ്സ്, സ്പൈസ്, ഇൻഫോമേഴ്സ് വ്യാപിച്ചു കിടക്കുകയാണ്. ഈ സീക്രട്ട് പോലീസ് ലോ ഓഫ് സൺബൺ ഹോസ്റ്റൽ ക്ലാസ്സിലുള്ള ആളുകളെ കൊണ്ട് മറ്റുള്ളവരുടെ രഹസ്യങ്ങൾ ചോർത്താൻ ഉപയോഗിക്കുന്നു. ഈ കാരണങ്ങൾ കൊണ്ട് ഒരാളും മറ്റൊരാളെ വിശ്വസിക്കുന്നില്ല. എപ്പോഴും ഈ പേടിയാണ്, ആര് എപ്പോ എന്ത് രഹസ്യം ചോർത്തുന്നുവെന്ന്. സീക്രട്ട് പോലീസ് 30-40 വീടുകളെ തരംതിരിച്ച് ഒരു അസോസിയേഷൻ ഉണ്ടാക്കുന്നു. ഈ അസോസിയേഷൻ എല്ലായ്പ്പോഴും അവരെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. സീക്രട്ട് പോലീസിലുള്ളവരുടെ ഐഡന്റിറ്റി സീക്രട്ട് അല്ലെങ്കിൽ ടോപ്പ് സീക്രട്ട് ആണ്. 2009 ടെലിഫോൺ ബുക്ക് ലീക്കായിരുന്നു. ഇതിൽ സീക്രട്ട് പോലീസ് ഉദ്യോഗസ്ഥരുടെ നമ്പർ പോലും ഇല്ലായിരുന്നു. ഈ സംഘടന ഇത്രയും ടോപ്പ് സീക്രട്ട് ആണ്, ഇതിന്റെ ചീഫിന്റെ പേര് പോലും ജനത്തിന് അറിയില്ല. ഇതെല്ലാം കേട്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും, ഇത്രയും ക്രൂരവും നിന്ദവുമായ ഡിക്റ്റേറ്റർഷിപ്പ് കഴിഞ്ഞ 76 വർഷമായി എങ്ങനെയാണ് നിലനിൽക്കുന്നത് എന്ന്. അതിന് പ്രധാനമായും 3 കാരണങ്ങളാണ് ഉള്ളത്. ഒന്ന്, ക്രൂവൽറ്റി. ജനത്തിനറിയാം ഏതെങ്കിലും ഒരു ചെറിയ തെറ്റുമതി തന്റെ ജീവൻ നഷ്ടപ്പെടാൻ. ജനങ്ങൾ കണ്ടതാണ് എങ്ങനെയാണ് തന്റെ സ്വന്തം അമ്മാവനെ കിങ് ജോൺ കൊന്നു തള്ളിയത് എന്ന്. ഏതെങ്കിലും ഒരു ചെറിയ തെറ്റ് ചെയ്താൽ മുഴുവൻ കുടുംബവും പ്രിസൺ ക്യാമ്പിൽ പോകും. രണ്ടാമതാണ് സൺബൺ സിസ്റ്റം. ഏറ്റവും മുകളിലുള്ള കോർ ക്ലാസ്, അതിൽ ആരെങ്കിലും തെറ്റ് ചെയ്താൽ അവരുടെ ക്ലാസ് ഡൗൺ ആവും. ഉയർന്ന ക്ലാസ്സിനെ എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്ത് അവരെ സന്തോഷിപ്പിച്ച് നിർത്തുക. മൂന്നാമത്തെ കാരണമാണ് പൂർണ്ണ തോതിലുള്ള പ്രൊപ്പഗണ്ട. ചെറുപ്പം മുതൽ സ്കൂളുകളിൽ അവരുടെ ഡിക്റ്റേറ്ററെ കുറിച്ചുള്ള പുകഴ്ത്തുന്ന കഥകൾ കേട്ടാണ് അവർ വളരുന്നത്. ദൈവസമാനമായി അവരെ കാണാൻ പഠിപ്പിക്കുന്നു. ദൈവസമാനമായ കഥകൾ പറഞ്ഞു പഠിപ്പിക്കുന്നു. അതിൽ ചിലത് ഇപ്രകാരമാണ്. കിങ് ജോൺ തന്റെ 3-ാം വയസ്സിൽ ആയുധങ്ങൾ ഉപയോഗിക്കാൻ പഠിച്ചു. 5-ാം വയസ്സിൽ കുതിര സവാരി പഠിച്ചു. കുറച്ച് കഥകൾ ഇതിലും അൺറിയലിസ്റ്റിക് ആണ്. അതിലൊന്ന്, കിങ് ജോൺ തന്റെ ചെറുപ്പത്തിൽ മുത്തച്ഛൻ ആപ്പിൾ എടുത്തു കൊണ്ടുവരാൻ പറഞ്ഞപ്പോൾ കിങ് ജോൺ തൂമ്പ അന്വേഷിക്കുകയായിരുന്നു. എന്തെന്നാൽ മുഴുവൻ ആപ്പിൾ മരവും പിഴുതു കൊണ്ടുവരാൻ അവൻ ആഗ്രഹിച്ചിരുന്നു. ടെലിവിഷനിലെല്ലാം കിങ് ജോണിന്റെ സ്തുതികൾ പാടുന്നു. വിദേശങ്ങളിലെ ന്യൂസ് കാണിക്കണമെങ്കിൽ അവിടുത്തെ നെഗറ്റീവ് ന്യൂസ് മാത്രം കാണിക്കുന്നു. നോർത്ത് കൊറിയൻ ജനങ്ങൾക്ക് പുറം ലോകം വളരെ മോശമാണെന്ന് കാണിച്ചു കൊടുക്കുന്നു. അവിടെ കറപ്ഷനും അസുഖങ്ങളും ഡിസാസ്റ്ററും മാത്രമാണെന്ന് പറഞ്ഞു കൊടുക്കുന്നു. നോർത്ത് കൊറിയയിലുള്ള ജനങ്ങൾ വളരെ ലക്കിയും സന്തോഷവാന്മാരുമാണെന്ന് പറഞ്ഞു കൊടുക്കുന്നു. കാരണം അവർക്ക് കിങ് ജോണിനെ പോലുള്ള മഹാനായ നേതാവുണ്ട് എന്ന്. ഈ പ്രൊപ്പഗണ്ട മുഖേന പബ്ലിക്കിനെ ബ്രെയിൻ വാഷ് ചെയ്യുന്നു. ഇതുമൂലം അവരെ നിയന്ത്രിക്കാൻ ബുദ്ധിമുട്ടേണ്ടി വരുന്നില്ല. എന്നാൽ എത്ര വലിയ ഡിക്റ്റേറ്റർ ആയിരുന്നാലും വളരെ കാലം പിടിച്ചു നിൽക്കാനാവില്ല. കിങ് ജോണിന്റെ പിടിയും അയഞ്ഞു വരുന്നതായി കാണുന്നു. ഇതിൽ ഏറ്റവും വലിയ കാരണമാണ് ജങ് മടങ്. ജങ് മടങ്ങിലെ വിപ്ലവം, ആ ചെറിയ ചെറിയ സ്ത്രീകളാൽ നടത്തിക്കൊണ്ടുവന്ന മാർക്കറ്റ്. ജൂങ് യങ് 2010 നോർത്ത് കൊറിയ വിട്ട് ഓടിപ്പോയ മഹിള പറയുന്നു, തുടക്കത്തിൽ സർക്കാർ ഈ മാർക്കറ്റുകളെ വിലക്കാൻ തുനിഞ്ഞിരുന്നു. എന്നാൽ കാലക്രമേണ ഈ മാർക്കറ്റ് ഇത്രയും വേഗം വളർന്നു. എല്ലാ നോർത്ത് കൊറിയനും ഇതിൽ ട്രേഡിംഗ് ചെയ്യാൻ തുടങ്ങി. ഏറ്റവും ശക്തമായ സർക്കാർ പോലും ഇതിനെ തടയിടാൻ കഴിഞ്ഞില്ല.
ശക്തി ക്ഷയിപ്പിച്ചതുപോലെ തോന്നി. 2009 കറൻസി റീ ഇവാലുവേഷൻ ചെയ്തു. ജനത്തിന്റെ പ്രൈവറ്റ് വെൽത്തിനെ നിയന്ത്രിക്കാനുള്ള ശ്രമങ്ങൾ നടത്തി. എന്നാൽ അതിനവർ വലിയ വില കൊടുക്കേണ്ടി വന്നു. നോർത്ത് കൊറിയ പോലുള്ള രാജ്യങ്ങളിൽ പോലും സർക്കാരിന് ജനത്തോട് മാപ്പ് പറയേണ്ടതായി വന്നു. സർക്കാരിന് അവരുടെ തീരുമാനം മാറ്റേണ്ടി വന്നു. ഇതിനു പുറകിലുള്ള ഒരൊറ്റ കാരണമാണ് യൂണിറ്റി. അവരുടെ യൂണിറ്റി കാരണം സർക്കാർ ഒരാളെ മറ്റൊരാൾക്കെതിരായി തിരിക്കാൻ കഴിയാതെയായി. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഫോറിൻ മീഡിയയുടെയും ഫോറിൻ ഫിലിമിന്റെയും ഇൻഫ്ലുവൻസ് നോർത്ത് കൊറിയയിൽ പടരാൻ തുടങ്ങി. പ്രൊപ്പഗണ്ടയുടെ സഹായത്താൽ ജനങ്ങളെ വിഡ്ഢികളാക്കി വെച്ചിരുന്നത് ചില്ല് കൊട്ടാരം പോലെ തകർന്നു തരിപ്പണമായി. ഇതാണ് ജുങ് കാങ് 2010 നോർത്ത് കൊറിയ വിട്ടു. സൗത്ത് കൊറിയൻ ഡ്രാമകളിലൂടെ അവളുടെ മാനസിക വികാസം ഉണ്ടായി. അവൾക്ക് ചിന്തിക്കാൻ പറ്റാത്തതായിരുന്നു പുറം ലോകം ഇത്രയും സുന്ദരമാണ് എന്ന്. USB സ്റ്റിക്കുകൾ വന്നതോടെ ഈ കാര്യം എളുപ്പമായി. 81% നോർത്ത് കൊറിയ വിട്ട ആളുകൾക്കും USB സ്റ്റിക്സിന്റെ ആക്സസ് ഉണ്ടായിരുന്നു. 98% ആളുകളുടെ കയ്യിൽ USB ഉണ്ടായിരുന്നു. അതിൽ അവരുടെ സർക്കാരിനെതിരായ ഇല്ലീഗൽ ഡാറ്റയായിരുന്നു. മെജോറിറ്റി ജനങ്ങൾക്കും പുറം ലോകത്തെക്കുറിച്ചുള്ള അറിവ് കിട്ടി തുടങ്ങി. എന്തെന്നാൽ നോർത്ത് കൊറിയൻ ജനങ്ങൾ ഒരുമിച്ചിരുന്ന് ഈ ഇല്ലീഗൽ ആക്ടിവിറ്റി എൻജോയ് ചെയ്തിരുന്നത്. ഇതുമൂലം ഒരു പരസ്പര വിശ്വാസം ഉണ്ടാവുകയും സർക്കാരിന്റെ ചാരപ്പണി, കുടുംബങ്ങൾക്കിടയിലുള്ള ഭയം, സംശയം ഉണ്ടാക്കൽ എന്നിവ ഇതിന്റെ മുമ്പിൽ പരാജയപ്പെട്ടു. 2013 നോർത്ത് കൊറിയയിൽ നിന്ന് ഓടിപ്പോയ ഷിമോൺ ഹ്യൂങ് പറയുന്നു, ഞങ്ങൾ സുഹൃത്തുക്കൾ ഒരുമിച്ചിരുന്നാണ് ഈ ഫോറിൻ ഫിലിം കണ്ടുകൊണ്ടിരുന്നത്. എല്ലാവരും ഒരുമിച്ചിരുന്ന് കാണുമ്പോൾ പരസ്പരം വിശ്വാസം ഉണ്ടാവും, ആരും ഒറ്റില്ല. ഈ വിശ്വാസമാണ് ജനങ്ങൾ തമ്മിലുള്ള യൂണിറ്റി ഉണ്ടാവാൻ കാരണം. അവസാനമായി ഒരു കാരണം കൂടിയുണ്ട് ഷിങ് ജോണിന്റെ പിടിയായ, അതാണ് കറപ്ഷൻ. വീഡിയോയുടെ ആരംഭത്തിൽ പറഞ്ഞതുപോലെ എങ്ങനെയാണ് നല്ല വിദ്യാഭ്യാസം കൊടുക്കാൻ ടീച്ചർക്ക് കൈക്കൂലി കൊടുക്കുന്നത്? കൈക്കൂലി കൊടുക്കുന്ന ഒരു ജീവിതചര്യയായി ഗവൺമെന്റ് ഓഫീസുകളിലും കാര്യം കാണാൻ കൈക്കൂലി നൽകുന്നു. ഗവൺമെന്റ് ഓഫീസിലും കാര്യം കാണാൻ കൈക്കൂലി നൽകുന്നു. ഗവൺമെന്റ് ഓഫീഷ്യൽസും സമ്പാദിക്കാനുള്ള ഒരു മാർഗമായി കൈക്കൂലി കാണുന്നു. ഇതിന്റെ അർത്ഥം മനസ്സിലായോ? സർക്കാരിന്റെ ഈ ഡിക്റ്റേറ്റർ നിയമങ്ങളുടെ ശക്തി കുറയുകയാണ്. കാരണം ജനത്തിന് മനസ്സിലായി, കൈക്കൂലി കൊടുക്കുന്നുണ്ടെങ്കിൽ എനിക്ക് ഈ ഇല്ലീഗൽ കാര്യം സാധിക്കാം. ഇതെല്ലാം ഈ കഴിഞ്ഞ വർഷങ്ങളിലാണ് തുടങ്ങിയത്. 15-20 വർഷങ്ങളിൽ എന്തെങ്കിലും പോസിറ്റീവ് ന്യൂസ് നോർത്ത് കൊറിയയിൽ നിന്ന് കേൾക്കാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഏതൊരു ഡിക്റ്റേറ്റർക്കും വളരെ കാലം പിടിച്ചു നിൽക്കാനാവില്ല. ബാക്കി നമുക്ക് വേണ്ടിയുള്ള ഒരു പാഠമാണ് സ്വാതന്ത്ര്യം എത്രത്തോളം മഹത്തരമാണെന്നത്. ഒരിക്കലും ഏതെങ്കിലും പൊളിറ്റീഷ്യന് വേണ്ടിയോ പൊളിറ്റിക്കൽ പാർട്ടിക്ക് വേണ്ടിയോ സ്വന്തം ജനത്തിനെതിരെ തിരിയരുത്. ഏതൊരു സമൂഹത്തിലും ഏതൊരു രാജ്യത്തിലും ജനത്തിന്റെ ഐക്യമാണ് മുഖ്യം. മറ്റൊരു പാഠം ഇതാണ്, അവനവന്റെ ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം ഒരു സർക്കാരിനും പണയം വെക്കരുത്. നമ്മൾ എന്ത് ധരിക്കണം, എന്ത് കഴിക്കണം, ഏത് തരത്തിലുള്ള ഫിലിം കാണണം എന്ന് തീരുമാനിക്കാനുള്ള അധികാരവും അവകാശവും നമുക്കാണ്. ജയ് ഹിന്ദ്.